ഈശൽ തേൻകണം കൊണ്ടുവാ തെന്നലേ നീ ഗസൽ പൂക്കളെന്നെ കലാകാരിയാക്കി ഈശൽ തേൻകണം കൊണ്ടുവാ തെന്നലേ നീ. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. വെൽക്കം ലിൻഡ. താങ്ക് യു. ലിൻഡ ഒരു മികച്ച ഗായികയാണെന്നറിയാം. അത്രയൊന്നുമില്ല. ഞാൻ ഒത്തിരി പാട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്, ലിൻഡയുടെ പാട്ടുകൾ കേട്ടിട്ടുമുണ്ട്. നല്ല വോയിസാണ്. താങ്ക് യു ചേച്ചി. അപ്പോൾ ലിൻഡയുടെ ഒരു പാട്ടിലൂടെ തുടങ്ങാം നമുക്ക്. ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിക്കോട്ടെ. ഒരു ഡിവോഷണൽ സോങ്ങിൽ സ്റ്റാർട്ട്. ഓക്കെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഡിവോഷൻ സോങ്സ് ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ ആക്ച്വലി മ്യൂസിക്കിലോട്ട് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ചർച്ച് മ്യൂസിക്കിലൂടെയാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് വീട്ടിൽ ഇപ്പം എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിലും മദറിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിലും എല്ലാവരും ചർച്ച് ക്വയറുമായിട്ട് ചർച്ചായിട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് കൂടുതലും ചർച്ച് മ്യൂസിക്കിലോട്ട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ മെയിനായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ അമ്മയുടെ ബ്രദർ, പുള്ളിയുടെ പേര് ശ്രീ വിൻസെൻ്റ് ഗോമസ്. ആള് ട്രിവാൻഡ്രത്ത് വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിവോഷണൽ സിംഗറും ഒരു മ്യൂസിക് കമ്പോസറും ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെ ക്വയറിൽ പാടിയാണ് ഞാൻ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ ബ്രദറാണ്. അപ്പോൾ ആ ടൈമിൽ നാട്ടിൽ വളരെ കുറവാണ് ഈ ഡിവോഷണൽ ഫീൽഡിലുള്ള ഒരു സിംഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്കിളുടെ കൂടെ ചേർന്ന് കൊയറിലും പിന്നെ പ്രോഗ്രാംസിലും, അത് ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലും, പിന്നെ ആ സമയത്ത് നമുക്ക് ചാനൽ എന്ന് പറയുന്നത് ദൂരദർശനാണുള്ളത്. അപ്പോൾ പുള്ളിയുടെ കൂടെ ദൂരദർശനിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതൊരു കോറൽ സിംഗിങ് ആയിരുന്നു. പിന്നെ സോളോ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ആ കുട്ടിക്കാലത്തൊന്നും സോളോ അങ്ങനെ പാടത്തില്ലായിരുന്നു. കൂടുതലും ഗ്രൂപ്പ് സിംഗിങ്ങിലോട്ടായിരുന്നു ഫോക്കസ്. അപ്പോൾ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ട്രിവാൻഡ്രം. ഓക്കെ ഓക്കെ. പഠിച്ചതൊക്കെ ആക്ച്വലി എൻ്റെ ഫാദർ അബുദാബിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് നാൾ അബുദാബിയിലായിരുന്നു സ്കൂളിങ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ സെറ്റിലായി. മമ്മിയും എനിക്കൊരു ബ്രദറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നാട്ടിൽ സെറ്റിലായി. ഫാദർ ഇവിടെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ പഠിച്ചതൊക്കെ നാട്ടിലാണ്. പാടുവോ? ബ്രദർ പാട്ടിലൊന്നുമില്ല, താല്പര്യമില്ല. അപ്പോൾ ലിൻഡ മാത്രമാണ് ആ പാട്ടിലേക്ക്. ഞങ്ങളുടെ ഫാമിലി, അത് മമ്മി പണ്ട് അങ്കിളുടെ കൂടെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ട്. പഠിച്ചിട്ടൊന്നുമില്ല, കൂടെ പാടുമായിരുന്നു, കൊയറിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ മമ്മിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഏതായിരിക്കും? മമ്മിക്ക് കൂടുതലും പഴയ ആ കാലഘട്ടത്തിലുള്ള ഡിവോഷണൽ ആയാലും മ്യൂസിക്. ഇപ്പം മമ്മിയൊക്കെ ഒത്തിരി പഴയ സോങ്സ് റേഡിയോയിൽ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ഇല്ല, മമ്മി ഒരു 2 വർഷമായി മരിച്ചിട്ട്. മമ്മിക്കും കൂടുതലും മമ്മിക്ക് ഡിവോഷണൽ സോങ്സ് ആയിരുന്നു താല്പര്യം. അപ്പോൾ മമ്മിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. നീ മധുപകരോ മലർച്ചൊരിയോ അനുരാഗ പൗർണമി, നീ മധുപകരോ മലർച്ചൊരിയോ അനുരാഗ പൗർണമി, നീ
മമ്മിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതെ, ഈ പാട്ട് എപ്പോഴും കേൾക്കുമായിരുന്നു. കേൾക്കുമായിരുന്നു. ഓക്കെ, എന്നാലും മമ്മിയുടെ ഓർമ്മകളിലേക്ക് പോയ അല്ലേ ഇപ്പോൾ? അതെ. ഓക്കെ, ലിൻഡ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാനിവിടെ അൽക്കൂസിലാണ്, അൽഖേൽ ഗേറ്റിൽ കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, വർക്ക് ചെയ്യുന്ന ഇവിടെ? വർക്ക് ചെയ്യുന്നത് ജബ്ലാലിയിൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഫീൽഡിലാണ്. ദുബായ് സൗത്ത് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഓഫീസിലൊക്കെ പാട്ട് അങ്ങനെയൊക്കെ? ഓഫീസിൽ അങ്ങനെയില്ല, കൂടുതലും അവിടെ ലോക്കൽസ് ആണ്. അപ്പം നമ്മളങ്ങനെ കലാപരമായിട്ടൊന്നും ഒന്നും ചെയ്യാറില്ല. പിന്നെ കൂടുതലും ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് മലയാളി അസോസിയേഷനിലൊക്കെ മെമ്പറാണ്. അപ്പോൾ അങ്ങനെ ആ ടൈമിലൊക്കെ അവിടെയൊക്കെയാണ് പാടി തുടങ്ങിയത്. ആദ്യം അങ്ങനെ സ്റ്റേജിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാ, അങ്ങനെ ഓർമ്മയുണ്ടോ? ദുബായിലാണോ? എനിക്കൊന്ന് ഏകദേശം ഒരു 10-15 വർഷം മുന്നേ ആണ് ഈ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത് തുടങ്ങിയത്. അപ്പോൾ സ്റ്റേജിൽ പാടിയ ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഓണപ്പാട്ടായിരുന്നു. ആ സമയത്തൊക്കെ ഓണപ്പാട്ടുകളൊക്കെയാണ് നമ്മൾ പാടി തുടങ്ങിയിരുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറയുന്നത് മൗനം സ്വരമായി. അപ്പം അത് ഞാൻ കുറച്ച് പാടാം. മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളിയിലൂതി ദൂരെ ജന്മം സഫലം ഇൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കൊമ്പിൽ അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ നീരവരാവിൽ ശ്രുതി ചേർന്നു നിന്നിൽ മൃദുരവമായി നിൻ ലയമഞ്ജരി ആ ആ അയ്യോ, ഭയങ്കര പാട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതെ അതെ അതെ, എനിക്കും ഇഷ്ടമാണ്. നല്ല പാട്ടല്ലേ? അതെ അതെ, ആ സമയത്തേക്ക് ഒത്തിരി കേൾക്കുമായിരുന്നു. പ്രോഗ്രാംസിനും എല്ലാ പ്രോഗ്രാംസിനും ഈ ഒരു പാട്ട് മസ്റ്റാണ്. സ്റ്റേജിൽ നമ്മൾ എവിടെ പോയാലും മിക്കവാറും പ്രോഗ്രാംസിന് ഈ ഒരു പാട്ട് ഉണ്ടാകാറുണ്ട്. നല്ലൊരു ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, ഏത് കാലത്തും ഓഡിയൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടിൽ ഒന്നാണത് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ സ്റ്റേജിൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഇല്ല. ഇപ്പോഴത്തെ ജോലി കുറച്ച് ടൈറ്റാണ് സ്കെഡ്യൂൾ. അപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നൊരു 3-4 years ആയിട്ട് സംഗീതം അധികം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാനായിട്ട്. ടൈം കിട്ടാറില്ല അല്ലേ? പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ആ മ്യൂസിക് പാരലായിട്ട് കൊണ്ടുപോകുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടി ഇടും കിട്ടുന്ന ടൈം അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു മ്യൂസിക് എപ്പോഴും ആക്റ്റീവാക്കി നിർത്തുന്നത്. പിന്നെ കുറച്ചുകൂടെ ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എഡിറ്റിങ്ങിലോട്ടും അതിലോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, സ്വന്തമായിട്ട് തന്നെ വീഡിയോ, ഇപ്പം ഓഡിയോ എഡിറ്റിംഗ് ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോഗ്രസ് ചെയ്ത് ട്രൈ ചെയ്യുന്നു. അല്ല, അത് നമുക്ക് ഇപ്പം നമ്മളൊരു പാട്ട് പാടി അത് എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. നമുക്കായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോഴേ നമ്മൾ വേറൊരാൾ ചെയ്യുന്നതിനേക്കാളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷമില്ലേ ആ വീഡിയോ കാണുമ്പോൾ അല്ലേ? അപ്പൊ അങ്ങനെ ഒത്തിരി വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ കൂടുതലും ഇപ്പൊ ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവലാണ്. അതുകൊണ്ട് ഫുൾ വീഡിയോയിലേക്ക് എത്തും. അതെ, അതാണ് ട്രൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എത്തണം.
അപ്പോൾ എത്തിയിട്ട് വേണം ഇന്ത്യ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. പിന്നെ അപ്പോൾ ഈ വർക്കും മ്യൂസിക്കുമായിട്ട് ഇങ്ങനെ ഒരു അതിനിടയിലൊരു റിലാക്സേഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും എനിക്ക് സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് ഞാൻ ഒത്തിരി കേൾക്കുന്ന ആളാണ്. ഇപ്പം മലയാളം മാത്രമല്ല, കൂടുതലും ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് മ്യൂസിക്കിന് ആ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ട്യൂണോ ലാംഗ്വേജ് ഒരു വിഷയമല്ല, ഒരു ബാരിയർ അല്ല ശരിക്കും. ശരിക്കും. അപ്പോൾ മലയാളം അല്ലാതെ ഇപ്പോൾ ഹിന്ദി ഒക്കെ കേൾക്കാറുണ്ടാവുമല്ലോ? ഹിന്ദി, തമിഴ് അല്ല. അപ്പോൾ ഒരു ഹിന്ദി സോങ് ഓക്കെ പാടാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ഹിന്ദി ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു പാട്ട് പാടാം. गज़ब का है दिन सोचो जरा, ये दीवानापन देखो जरा, तुम हो अकेले हम भी अकेले, मजा आ रहा है कसम से कसम से, देख लो हमको करीब से, आज हम मिले हैं नसीब से, हो देख लो हमको करीब से, आज हम मिले हैं नसीब से, ये पल फिर कहा और ये मंजिल फिर कहा, हो गज़ब का है दिन सोचो जरा, ये दीवानापन देखो जरा, तुम हो अकेले हम भी अकेले, मजा आ रहा है कसम से कसम से. അപ്പോൾ ഹിന്ദി പാട്ടുകൾ ഒത്തിരി കേൾക്കാറുണ്ട്? ഒത്തിരി കേൾക്കാറുണ്ട്. പിന്നെ ഈ ഫേവറേറ്റ് സിംഗർ ആരാ? ഫേവറേറ്റ് സിംഗറായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സിംഗേഴ്സ് എന്ന് പറയാം, കുറേ സിംഗേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ദാസേട്ടൻ, ചിത്ര ചേച്ചി, പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ സിംഗേഴ്സ് ഇപ്പോൾ ശ്വേത, അങ്ങനെയുള്ള ഇഷ്ടമാണ്. പിന്നെ ഹിന്ദിയിലാണെങ്കിൽ ശ്രേയ ഘോഷാൽ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ്. ശ്രേയ ഘോഷാലിൻ്റെ ഒരുവിധം മിക്കവാറും കുറേ ലാംഗ്വേജിലുള്ള സോങ്സ് ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് മറാഠി സോങ്സൊക്കെ ഞാനിങ്ങനെ കേട്ട് ട്രൈ ചെയ്തുകൊണ്ട് ട്രൈ ചെയ്തു ഞാനൊരു സോങ് ഇടയ്ക്ക് പാടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് പാടാൻ പറ്റുമോ? കുറച്ച് പാടാം. ഓക്കെ. किती वसंत मनात उमलून आले, आणिक दरवरले, काही तुझ्या ससुरात हरवून गेले, काहीच ना करले, वासते पंजनी ही मुक्या स्पंदनी, झाली ऋणसुन ही भवताली, लाज अनावर झाली रे, सुखाला साजना सढला. അപ്പോൾ മറാഠി ട്രൈ ചെയ്തു. പിന്നെ ഇനി ഏതൊക്കെ ലാംഗ്വേജ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്? ഞാനിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പാടാൻ പറ്റുന്ന ഒരു മനസ്സിലാവുന്ന രീതിയിലുള്ള വേർഡ്സ് ആണെങ്കിൽ ട്രൈ ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്ക് നമ്മുടെ തെലുങ്കിൽ ഒരു ഹിറ്റ് സോങ് വന്നിട്ടുണ്ടായിരുന്നു. അത് മ്യൂസിക് അജയ് അതുൽ അവരുടെ മ്യൂസിക് കോമ്പോസിഷനാണ്. അപ്പോൾ അതിൽ ശ്വേതയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു മ്യൂസിക്. പഠിച്ചോ? അത് കുറച്ച് ഒരു 4-5 വരി പഠിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ലാംഗ്വേജ് അതൊന്ന് പഠിക്കോ? അതെ. ఎందయ్య సామి ఇట్టరాస్తాంది ఎన్నిలా ఊపేస్తా ఉంది సితరాల ఉయ్యాల, వీచే గాలికి అర్ధరాత్రిందెవరో మరే జాముకి మందు పెట్టిందెవరో, మాయదారి మనసాగక జాగరమయ్యారా, తడిసిపోయారా తడి మెరిసిపోయారా, నీ చిలిపి కలల్లో మరిసిపోయారా.
ഇത്രേ പഠിച്ചുള്ളൂ. ഫുൾ സോങ് പഠിച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത് വരുമ്പോഴേക്കും ട്രൈ ചെയ്യണം. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇതുവരെ വന്നിട്ടുള്ളവരിൽ മലയാളം, ഹിന്ദി, തമിഴ് ഈ 3 ലാംഗ്വേജും ട്രൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ലിൻഡ മറാഠി പിന്നെ തെലുങ്കു ഒക്കെ പാടുന്നത്. ഇനി അടുത്ത് വരുമ്പോഴേക്കും വേറെ ലാംഗ്വേജ് അറബിക്കൊക്കെ പഠിക്കാമല്ലോ. അറബിക്ക് ആ ഒരു പ്രൊനൗൺസിയേഷൻ കുറച്ച് ഹാർഡാണ്, നമുക്ക് ആ ഒരു സൗണ്ട് ഒക്കെ വരാൻ. അപ്പൊ അതാ ഞാൻ അറബിക്കിലോട്ട് ഇതുവരെ കൈ കടത്തിയില്ല. എന്നാലും അതുകൂടെ ട്രൈ ചെയ്യണം ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ലാംഗ്വേജിലും ഒരു സിംഗർ ആവാമല്ലോ അല്ലേ? അപ്പൊ നല്ലതാ. കാരണം സാധാരണ നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളം വിട്ട് വേറൊരു ലാംഗ്വേജിലേക്ക് ഇഷ്ടമാണ്. പക്ഷെ തമിഴ്, ഹിന്ദിയൊക്കെ പാടുമെങ്കിലും ശരിക്കും മലയാളം മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ. മറ്റേ ശ്രമിക്കാറില്ല എന്ന് പറയാം. പക്ഷെ നമ്മള് ട്രൈ ചെയ്യാത്തണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ലിൻഡ ഇങ്ങനെ എല്ലാ ലാംഗ്വേജും ട്രൈ ചെയ്യുന്നത് ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അതിന് ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ എന്ന് എനിക്ക് തോന്നിയത് ഇപ്പൊ ശ്രേയ ഘോഷാൽ നമ്മുടെ മലയാളത്തിലൊക്കെ ഒത്തിരി പാട്ടുകൾ പാടുത്ത്. അപ്പൊ മലയാളം എന്ന് പറഞ്ഞാൽ ടഫായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ ശ്രേയ ഘോഷാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷനിലോട്ട് മലയാളം പാടുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. ശ്രേയാ ഘോഷാൽ പാടുമ്പോൾ നമുക്ക് അതൊരു മലയാളി അല്ല എന്ന് തോന്നത്തില്ല. അതാണ് അവരുടെ ഒരു പെർഫെക്ഷൻ. എന്ത് ഇതായിട്ടാണ് അല്ലെ കറക്റ്റായിട്ട് അവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ എന്ത് ഇതാണ് അവരുടെ അത്. അപ്പൊ അങ്ങനെയാ പുള്ളിക്കാരിയുടെ കുറച്ച് സോങ്സ് കേട്ട് അങ്ങനെ ആളുടെ പല ലാംഗ്വേജസ് കേൾക്കാൻ തുടങ്ങി. അതാണ് ഈ ഒരു താല്പര്യം തോന്നാൻ കാരണം. നല്ലതാ. അവര് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഇത്ര ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്കൊരു ശ്രീലങ്കൻ പാട്ട് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ പഠിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടില്ല, കുറച്ച് ടഫാണ്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 ലാംഗ്വേജ് ആയി. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത് വേറെ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എല്ലാ ലാംഗ്വേജ് പക്ഷെ നമ്മൾ തമിഴ് മറക്കാൻ പാടില്ലല്ലോ. അത് ശരിയാണ്. അപ്പോൾ ഒരു തമിഴ് സോങ് കൂടെ. തമിഴിൽ എനിക്ക് ഇളയരാജ സാറിൻ്റെ സോങ്സ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരെണ്ണം പാടാം. കുഴലോതൻ കണ്ണനുക്ക് കുയിൽ പാടും പാട്ട് കേൾക്കുതാ കുക്കോ 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 ഈ കുരലോട് മച്ചാവുங்க കുഴലോസ പൊട്ടി போடுதா இலையோடு போவும் தலையாட்டும் பாரு இலையோடு போவும் காய் தலையாட்டும் பாரு பாரு குழலோதன் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா கொக்கோ கொக்கோ கொக்கோ. ഒത്തിരി സന്തോഷം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ. ഇനിയും വരണം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ചേച്ചിയോടും അമ്മ GTV ചാനലിനോടും ഒത്തിരി നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒത്തിരി ഒത്തിരി ഹൈറ്റ്സിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു അതിഥിയുമായി നമ്മൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.